ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കിഡ്ലൻ ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയി തോന്നിയ കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ പില്ലോ കവറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ഇതുപോലുള്ള തലയിണ കവറൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലേ. അപ്പോൾ ആ ഒരു തലയിണ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരേ ഒരു പില്ലോ കവർ ആണ്. പില്ലോ കവർ ഇതുപോലെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു പാക്കറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കുറച്ച് വീതിയുള്ള പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ പില്ലോ കവർ എടുക്കുന്ന ടൈമിൽ കോട്ടന്റെ ആണെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ മിക്സ് ആയിട്ട് വരുമല്ലോ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇനി ഈ പില്ലോ കവർ ഇതുപോലെ വിരിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലുള്ള പാക്കറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ എടുത്ത പാക്കറ്റ്, ആ ഒരു പാക്കറ്റ് കടത്തി കൊടുക്കാം. പാക്കറ്റ് ഇതുപോലെ രണ്ട് സൈഡും കൂട്ടിപ്പിടിച്ചതിന് ശേഷം ആ പില്ലോ കവറിന്റെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മടങ്ങാതെ ചുളിയാതെ ഇരുന്നോളൂ. ഇപ്പൊ ഞാൻ ഇതാ പില്ലോ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പില്ലോ കവർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെക്കുമല്ലോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിൽ തന്നെ അങ്ങനെ വെക്കും. പിന്നെ അതിനുശേഷം പാത്രങ്ങളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കും അല്ലെ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ പില്ലോ വിരിച്ചിട്ട് അതായത് പ്ലാസ്റ്റിക് കവർ ഇട്ടതിന് ശേഷം പില്ലോ കവർ വിരിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പാത്രങ്ങൾ അടുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെള്ളമൊന്നും ആവുകയില്ല. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതൊരു പില്ലോ കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2-3 യൂസിന് ശേഷം ആ ഒരു പാക്കറ്റ് മാറ്റിയിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മാറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും ഒത്തിരി വാങ്ങാനുണ്ട്. എങ്കിൽ പോലും നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു തലയണ കവർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതൊരു വലിയൊരു കാര്യമല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് വീതി കൂടുതലുള്ള ഇതുപോലുള്ള അടപ്പെടുക്കുകയാണ്. ഇതിപ്പോ വീതി കുറഞ്ഞതാണ്. ഇത് കണ്ടില്ലേ, അതിനേക്കാളും വീതിയുണ്ട്. ഇത് കുപ്പിമരുന്നിന്റെ അടപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീതിയുള്ളതാണ്. ഇത് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു അടപ്പിലോട്ട് കത്തി ഒന്ന് ചൂടാക്കി ഞാൻ തുളയിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു നൂൽക്കമ്പിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലൈഡോ അല്ലെങ്കിൽ ഹെയർ പിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് നൂൽക്കമ്പി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഈ ഒരു നൂൽക്കമ്പിക്ക് ബലം കുറവായതുകൊണ്ട് തന്നെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ബലം കിട്ടും. അപ്പൊ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പിരിച്ചെടുത്ത കമ്പി ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയുടെ രണ്ടറ്റം വരുന്ന ഭാഗം ഈ ഒരു ക്യാപ്പിന്റെ ഹോളിൽ കൂടി നമുക്ക് അകത്തോട്ട് കയറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കമ്പി രണ്ട് സൈഡിലായിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി അടിയിലത്തെ ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്താ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു ക്യാപ്പിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓപ്പൺ ആയ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ക്യാപ്പിന്റെ ഓപ്പൺ ആയ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോം ഷീറ്റിന്റെ ബാക്കിൽ സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കളർ പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു കളർ പേപ്പറിലോട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അടപ്പ് കറക്റ്റ് ആയിട്ട് കാണും. അപ്പൊ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു അടപ്പിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു റെഡ് കളറും. ഇതിന്റെയും ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് ഹുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചുമരിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കീ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ID കാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണ്, കയ്യില് ഇതൊക്കെ നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡോറിന്റെ സൈഡിലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് വന്നിട്ടാകുമ്പോൾ നമുക്ക് കീ അതിലോട്ട് തൂക്കിയിടാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കീ മിസ്സാവുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത്. നമുക്ക് നടുവേദനയുള്ളപ്പോഴേക്ക് തുണി കഴുകിയിടുക എന്നുള്ളത് വലിയൊരു പാടായിട്ടുള്ള കാര്യമാണ് അല്ലേ? ആ ടൈമിൽ നമുക്ക് കുറേ നേരം കുനിഞ്ഞു നിൽക്കേണ്ടി വരും. പിന്നെ അതിനുശേഷം നിവരുമ്പോൾ വല്ലാത്തൊരു വേദനയായിരിക്കും നടുവിനൊക്കെ. അപ്പോൾ അത്തരക്കാർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ട് അധികം കുനിയണ്ടെന്നൊക്കെ പറയുന്നവർക്കും ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ടിപ്പ് എന്താന്ന് നോക്കാം. ഈ ഒരു കുപ്പിയുടെ സ്റ്റിക്കർ ഞാൻ ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. ഇനി ഈ ഒരു കുപ്പീനെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വായ്ഭാഗം മാത്രം നമുക്ക് മതി. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 പൈപ്പിന്റെ പീസാണ്. ഇതുപോലെ പൈപ്പിന്റെ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തടി കഷ്ണം ഉണ്ടാവുമല്ലോ, ആ ഒരു തടി കഷ്ണം ഇതുപോലുള്ള കുറച്ച് നേരിയ ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുപ്പിയുടെ വായ്ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഹോള് അതിൻ്റെ ഓപ്പോസിറ്റ് വരെ കടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വരെ എത്തുന്ന രീതിയിൽ കടത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരേ ഡയറക്ഷനിൽ ഒരേ ലൈനിൽ നമുക്ക് ആ ഒരു ഹോള് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു നമ്മളിപ്പോൾ ഇട്ട ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോളിന്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു രീതിയിൽ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു പൈപ്പ് നമുക്ക് ഈ ഒരു ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഒന്ന് കടത്തി കൊടുക്കാം. ഇതുപോലെ ഒരേ ലൈനിൽ വരുന്ന ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കടത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത പൈപ്പും കടത്തി കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് 2 പൈപ്പ് അതുപോലെ കടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കുപ്പിയുടെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ വെട്ടിക്കളയാണ്, ഇത്ര ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതി ആ ഒരു കുപ്പിയുടെ ഹൈറ്റ്. ഇനി ഒരു കേബിൾ ടൈ വെച്ചിട്ട് ഞാൻ ഈ ഒരു പൈപ്പ് തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു കേബിൾ ടൈയുടെ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു കുപ്പിയുടെ കട്ട് ചെയ്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചു കൊടുക്കുകയാണ്. അതിന്റെ ആ ഒരു ഷാർപ്നെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു പൈപ്പോ തടിക്കഷ്ണോ ആണ്. പഴയ മോപ്പിന്റെ ഒക്കെ സ്റ്റിക്ക് ഉണ്ടാവില്ല, അതെടുത്താലും മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയ കുപ്പിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഈ ഒരു സ്റ്റിക്കിലോട്ട് ടൈറ്റ് ആയിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അഴിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഞാൻ എന്താ ഒരു ബക്കറ്റിലോട്ട് കുറച്ച് കഴുകാനുള്ള തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ വാഷ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്ക് ബക്കറ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു സ്റ്റിക്ക് കൈകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കിട്ടിക്കോളും. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിലാണ് ഈ ഒരു സ്റ്റിക്കും കറങ്ങുന്നത്. നമ്മൾ സാധാരണ കൈ കൊണ്ടൊക്കെ വാഷ് ചെയ്യാറില്ലേ, അതിനേക്കാളും നല്ല വൃത്തിയിൽ നന്നായിട്ട് തന്നെ കഴുകി കിട്ടും. ഈ ഒരു രീതിയിൽ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അഴുക്കൊക്കെ പോയിക്കോളും. ഈ ഒരു ടിപ്പ് മെയിനായിട്ട് യൂസ് ആകുന്നത് നടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും. നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.